നമസ്കാരം. ഇന്ത്യൻ റെയിൽവേക്ക് 700 മെഗാഹെർട്സ് ബാൻഡിൽ 5 മെഗാഹെർട്സ് ജോഡിയാക്കിയ സ്പെക്ട്രം അധികമായി നൽകണമെന്ന് ശുപാർശ ചെയ്തിരിക്കുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. റെയിൽവേ ട്രാക്കുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും സുരക്ഷാ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും ഉദ്ദേശിച്ചാണ് സ്പെക്ട്രം അനുവദിക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഈ തീരുമാനം. റെയിൽവേ ആശയവിനിമയം നവീകരിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനു മുമ്പ് അനുവദിച്ച സ്പെക്ട്രത്തിന് പുറമെയാണ് അധികമായി 5 മെഗാഹെർട്സ് സ്പെക്ട്രം കൂടി അനുവദിക്കുന്നത്. റെയിൽവേ ആധുനികവൽക്കരിക്കാനുള്ള നീക്കങ്ങളുടെ കൂടി ഭാഗമായാണ് അധിക സ്പെക്ട്രം അനുവദിച്ചിരിക്കുന്നത്. 2021 700 മെഗാഹെർട്സ് ബാൻഡിൽ 5 മെഗാഹെർട്സ് സ്പെക്ട്രം ഇന്ത്യൻ റെയിൽവേക്കായി ടെലികോം വകുപ്പ് അനുവദിച്ചിരുന്നു. 700 മെഗാഹെർട്സ് ബാൻഡിൽ സംപ്രേഷണം ചെയ്യുന്ന ടെലികോം സിഗ്നലുകൾക്ക് വലിയൊരു പ്രദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയും. 5G നെറ്റ്വർക്കിന് ഇത് വളരെ അത്യന്താപേക്ഷിതമായാണ് കണക്കാക്കപ്പെടുന്നത്. വാണിജ്യാവശ്യങ്ങൾക്കായിട്ടാണെങ്കിൽ 700 മെഗാഹെർട്സ് ബാൻഡിലെ 1 മെഗാഹെർട്സിലെ സ്പെക്ട്രത്തിന്റെ വില 3927 കോടി രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേക്കായി 10 മെഗാഹെർട്സ് ബാൻഡ് സൃഷ്ടിക്കുകയും മുമ്പ് അനുവദിച്ച 5 മെഗാഹെർട്സ് ബ്ലോക്കുമായി പുതിയ സ്പെക്ട്രം സമന്വയിപ്പിക്കണമെന്നും ട്രായ് ശുപാർശയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. NCRTC, മറ്റ് RRTC, മെട്രോ റെയിൽ ശൃംഖലകൾ എന്നിവയ്ക്ക് 5 മെഗാഹെർട്സ് ബ്ലോക്ക് അനുവദിക്കാനും ട്രായ് ശുപാർശയിലുണ്ട്. 700 മെഗാഹെർട്സ് ബാൻഡിൽ 10 മെഗാഹെർട്സ് ഫ്രീക്വൻസി സ്പെക്ട്രത്തിന്റെ തുടർച്ചയായ ബ്ലോക്ക് ഇന്ത്യൻ റെയിൽവേക്കും തൊട്ടടുത്തുള്ള 5 മെഗാഹെർട്സ് ബ്ലോക്ക് NCRTC അല്ലെങ്കിൽ മറ്റ് RRTC, മെട്രോ റെയിൽ ശൃംഖലകൾക്കും നൽകുന്നതിന് സ്പെക്ട്രം ഹാർമോണൈസേഷൻ നടത്തണം. ഇന്ത്യൻ റെയിൽവേയും NCRTCയും മറ്റ് ഗതാഗത ശൃംഖലകളും തമ്മിലുള്ള റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് അതായത് RAN ഷെയറിംഗ് സാധ്യതകൾ വിലയിരുത്തുന്നതിന് ഫീൽഡ് ട്രയൽ ആവശ്യമാണെന്ന് ട്രായ് പറയുന്നുണ്ട്. ഇത് വിജയകരമാണെങ്കിൽ ഓവർലാപ്പിംഗ് ഏരിയകളിൽ കാര്യക്ഷമമായ സ്പെക്ട്രം ഉപയോഗത്തിലേക്ക് നയിച്ചേക്കാം. ഈ ട്രയലിന്റെ ഫലം ഒരു മൾട്ടി ഓപ്പറേറ്റർ കോർ നെറ്റ്വർക്ക് വഴി RAN ഷെയർ സംബന്ധിച്ച കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും സഹായിക്കും. സ്പെക്ട്രം ചാർജുകളെ സംബന്ധിച്ച് ടെലികോം വകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം റോയൽറ്റി ചാർജുകൾക്കും ക്യാപ്റ്റീവ് ഉപയോഗത്തിനുമുള്ള ലൈസൻസ് ഫീസിനും നിലവിലുള്ള ഫോർമുലയെ അടിസ്ഥാനമാക്കി ഫീസ് ഈടാക്കുമെന്ന് ട്രായ് ശുപാർശ ചെയ്തിട്ടുണ്ട്. നിലവിൽ ജിയോയും BSNLും മാത്രമാണ് 700 മെഗാഹെർട്സ് ബാൻഡിൽ സ്പെക്ട്രം കൈവശം വച്ചിരിക്കുന്നത്. 2100 മെഗാഹെർട്സ്, 700 മെഗാഹെർട്സ് എന്നിങ്ങനെ 2 സ്പെക്ട്രം ബാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് BSNL 4G വ്യാപനം നടത്തുന്നത്. ഇതിൽ 2100 മെഗാഹെർട്സ് ബാൻഡ് 4G സേവനങ്ങൾക്കായിട്ടുള്ളതാണ്. 700 മെഗാഹെർട്സ് ബാൻഡ് 5G സേവനങ്ങൾക്കും. 4G വ്യാപനം പൂർത്തിയാകുന്ന മുറയ്ക്ക് ചെറിയ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ അതിവേഗം 5G സേവനങ്ങൾ ആരംഭിക്കാനാണ് BSNL ലക്ഷ്യമിട്ടിരിക്കുന്നത്. അടുത്ത വർഷം ജൂൺ ജൂലൈ കാലയളവിൽ 5G സേവനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് BSNL പ്രതീക്ഷിക്കുന്നത്. തദ്ദേശീയമായി 5G ടെക്നോളജി അടക്കം വിജയകരമായി വികസിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ 5G സേവനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ലക്ഷ്യമിട്ട 4G വ്യാപനം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലാകെ 1 ലക്ഷം സൈറ്റുകളിൽ 4G എത്തിക്കാനാണ് TCS നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന് കരാർ നൽകിയിട്ടുള്ളത്. ഇതിൽ 62,000-ൽ കൂടുതൽ ടവറുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു.